ഇപ്പം രാജ്യസഭയിലേക്കല്ലല്ലോ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, ലോകസഭയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഞങ്ങളുടെ ലക്ഷ്യം വളരെ കൃത്യമാണ്. ലോകസഭയിൽ കോൺഗ്രസ് അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് ഭൂരിപക്ഷം, ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം നേടി സംഘപരിവാർ സർക്കാരിനെ താഴെ ഇറക്കാമെന്നാണ്. ഞങ്ങൾ അതിനാണ് മത്സരിക്കുന്നത്. CPM മത്സരിക്കുന്നത് പ്രതിപക്ഷത്തിരിക്കാനാണ്, അല്ലേ? ഞങ്ങൾ അധികാരത്തിൽ നിന്ന് മോഡി സർക്കാരിനെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ഇപ്പോൾ ലോകസഭയിൽ ഞങ്ങളുടെ അംഗങ്ങളുടെ എണ്ണം കൂടുക. ഞങ്ങളുടെ മുതിർന്ന നേതാക്കളെല്ലാം മത്സരിക്കുക. ഛത്തീസ്ഗഡിന് മുഖ്യമന്ത്രിയായിരുന്ന ഭൂപേഷ് ബാഗൽ മത്സരിക്കുകയാണ്. അതേ ഇപ്പോൾ അസംബ്ലി ഇലക്ഷൻ ജയിച്ച ആളാണ്, MLA ആണ് അവിടുത്തെ. നിരവധി ആളുകൾ, പ്രധാനപ്പെട്ട നേതാക്കന്മാർ, വിജയ സാധ്യതയുള്ള മുഴുവൻ നേതാക്കന്മാരോടും മത്സരിക്കാൻ പറഞ്ഞിരിക്കുക. ആലപ്പുഴ സീറ്റ് പരിഗണിച്ചപ്പോൾ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും ഞങ്ങൾ ഒറ്റക്കെട്ടായി ശ്രീ രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസ് പ്രസിഡന്റിനോടും അവിടെ മത്സരിക്കാൻ നമുക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥാനാർത്ഥി KC വേണുഗോപാലാണെന്ന് പറഞ്ഞു. അങ്ങനെയുള്ളൊരു പാർട്ടി തീരുമാനിക്കേണ്ടത്. എല്ലാ സ്ഥലത്തും ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അവിടെ മത്സരിക്കാൻ പറ്റാവുന്ന, ജയിക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ്. KC വേണുഗോപാൽ ജയിക്കാൻ ഇവർ അസൂയപ്പെട്ടൊരു കാര്യം. അവർ കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റാണ് പിടിച്ചത്, 20-ൽ ഒരെണ്ണം. അത് നഷ്ടപ്പെടുന്നതിൻ്റെ ദുഃഖമാണ് അവർക്ക്. അവർ പറഞ്ഞോട്ടെ. അത് തെറ്റായിട്ടുള്ളൊരു വാർത്തയാണ്. ഒന്ന്, പോലീസ് ഹരാസ്മെന്റിനെതിരായിട്ട് എറണാകുളം DCC പ്രസിഡന്റ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. ആ കേസിന്റെ വിവിധ വശങ്ങൾ ചോദിച്ചറിയുന്നതിൻ്റെ ഇടയിൽ പോലീസിന്റെ ആരോപണം മൃതദേഹം വെച്ച് ഇങ്ങനെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയെന്നുള്ളതാണ്. അത് എന്താണ് അങ്ങനെ ഒരു ഇത് വരാൻ കാരണം, അങ്ങനെ ഒരു പോലീസ് അലിഗേഷൻ വരാൻ കാരണമെന്ന് കോടതി അന്വേഷിച്ചു. കോടതി അന്തിമമായി പറഞ്ഞിരിക്കുന്നത് 2 കാര്യങ്ങൾ പോലീസ് വ്യക്തമാക്കണം. ഒന്ന്, ഒരേ ക്രൈം എന്ന് പോലീസ് ആക്ഷേപിക്കുന്ന ഒരേ കുറ്റത്തിന് ഒന്നിലധികം കേസുകൾ എടുത്തിരിക്കുന്നു. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. ഒരേ കുറ്റത്തിന് ഒരേ വാചകങ്ങൾ, FIRൽ ഒരേ വാചകങ്ങൾ, ഒരേ കുറ്റത്തിന് ഒന്നിലധികം കേസുകൾ എടുത്തിരിക്കുന്നു. 2, DCC പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് സമരം നടത്തി. ആ സമരം നടത്തിയതിൻ്റെ പേരിൽ കേസെടുത്തു. അപ്പോൾ DCC പ്രസിഡന്റ് പോലീസ് കസ്റ്റഡിയിലാണ്. അതിലും DCC പ്രസിഡന്റ് പ്രതിയാണ്. വിചിത്രമായ കാര്യമാണ്. DCC പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് കസ്റ്റഡിയിൽ DC പ്രസിഡന്റ് ഇരിക്കുമ്പോൾ പുറത്ത് സമരം നടക്കുന്നു. ആ പുറത്തെ സമരത്തിന് കേസെടുത്തപ്പോൾ അതിൽ DCC പ്രസിഡന്റ് 1-ാം പ്രതിയാണ്. ഈ 2 ചോദ്യങ്ങൾക്ക് പോലീസ് ഉത്തരം കൊടുക്കണം എന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതാണ് ഫൈൻഡിങ്, അതാണ് കോടതിയുടെ. അല്ലല്ല, ചോദിച്ചു. കാരണം അത് അവരുടെ അലിഗേഷനാണ്, അതായത് പോലീസിന്റെ അലിഗേഷനാണ്. അങ്ങനെ ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ കോടതി വിവരങ്ങൾ തേടുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ ശേഖരിക്കുമല്ലോ, വിവരങ്ങൾ തേടും. പക്ഷേ അവിടുത്തെ ഫൈൻഡിങ് എന്താണ്, അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണ്? കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ 2 കാര്യമാണ്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഒരേ കുറ്റത്തിന് ഒന്നിലധികം കേസുകൾ എടുത്തിരിക്കുന്നു. പോലീസ് കസ്റ്റഡിയിലിരിക്കുന്ന DCC പ്രസിഡന്റ് പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ പുറത്ത് നടന്ന സംഭവത്തിന് DCC പ്രസിഡന്റിന്റെ 1-ാം പ്രതിയായിട്ട് കേസെടുത്തിരിക്കുന്നു. അപ്പോൾ ഇയാളെ എന്തായാലും തൂക്കും എന്നുള്ള പോലീസിന്റെ വാശിയാണ്. മോളിൽ നിന്നുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില ഉപജാപക സംഘക്കാർ പറയുന്ന അനുസരിച്ച് പോലീസ് തുള്ളുകയാണ്. അതിനാണിപ്പോൾ പോലീസ് പഴി അനുഭവിക്കേണ്ടി വരുന്നത്. ഞങ്ങൾ നിയമപരമായ മാർഗങ്ങൾ തേടി ഞങ്ങൾ കോടതിയിൽ പോകും. കോടതി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞങ്ങൾ മറുപടി പറയും. എന്താണ് അവിടുത്തെ സാഹചര്യം എന്ന് മറുപടി പറയും. ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നതല്ലല്ലോ മൃതദേഹം. അവിടെ ഭർത്താവിൻ്റെയും, മരിച്ചുപോയ അവരുടെ ഭർത്താവിൻ്റെയും മകൻ്റെയും പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ആന ചവിട്ടിക്കൊന്ന എത്ര പേർക്ക് നഷ്ടപരിഹാരം കിട്ടിയിട്ടുണ്ട്? എത്ര പേർക്ക് നഷ്ടപരിഹാരം? 1 രൂപ നഷ്ടപരിഹാരം കിട്ടാത്ത കേസ് എത്ര എണ്ണം ഞാൻ കാണിച്ചു തരാം. 1 രൂപ. ഇവിടെ അവർക്ക് 10 ലക്ഷം രൂപ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത്. എന്തുകൊണ്ടാണ് കൊടുത്തത്? ഇവർ ഈ സമരം നടത്തിയുകൊണ്ട് ഈ DCC പ്രസിഡന്റും മാത്യു കൊളനാടനും അടക്കമുള്ള ആളുകൾ, അവരുടെ നേതൃത്വത്തിൽ അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ സമരം നടത്തിയതുകൊണ്ട് മാത്രമാണ് അവിടെ ഈ 10 ലക്ഷം രൂപ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തത്. ഇല്ലെങ്കിൽ കൊടുക്കൂല. നഷ്ടപരിഹാരം കൊടുക്കാതെ നിൽക്കുന്നുണ്ട് ധാരാളം ആളുകൾ നിൽക്കുന്നുണ്ട് കേരളത്തിൽ. കയ്യും കാലും തളർന്നുപോയ ആളുകൾ, കരടി ആക്രമിച്ചിട്ടും കാട്ടുപോത്ത് ആക്രമിച്ചിട്ടും ആന ചവിട്ടിക്കൊന്നിട്ടും ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ എത്ര പേർക്ക് ഇവർ ജോലി കൊടുത്തിട്ടില്ല? എത്ര വീട്ടിൽ പോയി ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ കേസുണ്ട്, കൊടുത്തിട്ടില്ല ജോലി. 7000-ലധികം പേർക്ക് കൃഷിനാശവും ജീവനാശവും മറ്റേ അപകടങ്ങളും ഉണ്ടായിട്ട് 7000-ലധികം പേർക്ക് ഈ സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കാനുണ്ട്. കോതമംഗലത്ത് അത് കൊടുപ്പിച്ചത് ഈ സമരം ചെയ്തുകൊണ്ടാണ്. ഇല്ലേ കൊടുക്കൂല. ഇന്ന് വീണ്ടും കുട്ടമ്പുഴയിൽ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. അപകടകരമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഈ സമരങ്ങൾ നടന്നില്ലായിരുന്നുവെങ്കിൽ ഇത് സ്വാഭാവികമായൊരു കാര്യം. വന്യജീവികൾ, ആനയും കരടിയും കാട്ടുപോത്തും കടുവയും വന്ന് ആളുകളെ പിടിക്കുകയും
പിടിച്ചുകൊണ്ട് പോവുകയും കന്നുകാലികളെ കൊണ്ടുപോവുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്നത് സാധാരണ സംഭവമായി മാറും കേരളത്തിൽ. എത്ര പേരാണ് ഈ 2.5 മാസത്തിനുള്ളിൽ 8 പേരെയാണ് ആന കൊന്നത്. 8 പേരെ 2 മാസത്തിനുള്ളിൽ കൊന്നത്. അപ്പോൾ അത് ചോദിക്കണ്ടേ? ഞങ്ങളുടെ കർത്തവ്യം അതല്ലേ, പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം അതാണ്. ഞങ്ങളത് ചോദ്യം ചെയ്യും. ഞങ്ങളത് ചോദ്യം ചെയ്ത് ഞങ്ങളത് വയനാട്ടിലും കോതമംഗലത്തും ചാലക്കുടിയിലൊക്കെ സമരം ചെയ്തുകൊണ്ടാണ് ആ പാവങ്ങളുടെ വിഷയം കേരളത്തിൻ്റെ ഫോക്കസിൽ ഇപ്പോൾ വന്നത്. അത് ഞങ്ങൾ തുടരും. ഈ മലപ്പുറം പാണ്ടിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ഒരാൾ മരിച്ചിട്ടുണ്ട്. ഈ പോലീസ് മർദ്ദിച്ചതിനെ തുടർന്നാണ് മരണമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഞാനിപ്പോൾ ആ വിവരം തേടി അവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പറും ഈ അദ്ദേഹവുമായിട്ടാണ് ഒരുമിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയത്. പോലീസ് ഈ പഞ്ചായത്ത് മെമ്പറെ പുറത്തു നിർത്തി. എന്നിട്ട് CCTV ഇല്ലാത്ത ഭാഗത്ത് കൊണ്ടുപോയിട്ട് ഈ കൂടെ ചെന്ന ആളെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് വീട്ടുകാരും കൂടെ പോയ പഞ്ചായത്ത് മെമ്പറും പറഞ്ഞിരിക്കുന്നത്. ഈ ആക്രമണത്തെ തുടർന്ന് CCTV ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി മർദ്ദിച്ചതിനെ തുടർന്ന് ഇയാൾ കുഴഞ്ഞു വീണ് മരിച്ചുവെന്നാണ്. അപ്പോൾ വിശദമായ കാര്യങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് സംഭവമെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഗൗരവത്തോടു കൂടിയാണ്. ഈ കസ്റ്റഡി മരണങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുകയാണ് കേരളത്തിൽ, പോലീസ് ചെയ്യുകയാണ്. അപ്പോൾ അത് അപകടകരമായ ഒരു സൂചനയാണ് ചെയ്യുന്നത്. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന ആളുകളെ CCTV ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി മർദ്ദിച്ചു കൊല്ലുക, അതാണോ പോലീസിൻ്റെ നയം എന്നറിയട്ടെ. നമ്മൾ കൂടുതൽ വിശദാംശങ്ങൾ തേടുന്നുണ്ട്.